പൊടിക്കാറുണ്ട് അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് പൊടിച്ചു നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു മുളകും മല്ലിയൊക്കെ പൊടിക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളുടെ വെജ് ആകട്ടെ നോൺ വെജ് ആകട്ടെ ഏതിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന, അതും കേടുകൂടാതെ വർഷങ്ങൾ വരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മല്ലിപ്പൊടിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഇത് പറഞ്ഞു തരാത്ത ഒരു അടിപൊളി സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇത് ചെറിയ മല്ലിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അധികമൊന്നും ഇവിടെ പൊടിച്ച് വെക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പല രീതിയിൽ പൊടിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ പൊടിച്ചതിന് ശേഷം പിന്നീട് വേറൊരു ടേസ്റ്റ്, എപ്പോഴും ഒരേ ടേസ്റ്റിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരൂലേ. അപ്പോൾ വ്യത്യസ്തമായി പൊടിക്കാനായിട്ട് ഞാൻ എപ്പോഴും പൊടിക്കുമ്പോൾ കുറച്ച് ഒരു 3 ആഴ്ചത്തേക്ക് ഞാനിപ്പോൾ ഈ പൊടിക്കുന്നത് നമുക്കുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴുകി നല്ലതുപോലെ ഒരു വെയിൽ കൊള്ളിച്ചാണ് എടുത്തേക്കുന്നത്. ഫുൾ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 5 or 6 ഉള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് പപ്പടക്കോല് കുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ മല്ലി ഉണക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉള്ളി എടുത്തതിന് ശേഷം കഴുകി ചെറുതായിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ മല്ലി ഉണക്കാൻ വെയിലത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ചേർത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉള്ളിയുടെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തത്തിൽ പോകാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യാം കേട്ടോ. അടുപ്പത്ത് വെച്ച് അത് ചുട്ടെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയിട്ട് നമുക്ക് എടുത്ത് വെക്കുമ്പോൾ കേടാകാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയുന്നത്. എന്നിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക. 3 പിടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മല്ലി. അത് ഒരു 100 ഗ്രാം വരെയും വരും. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ചുട്ടെടുത്ത് വെച്ചേക്കുന്ന നമ്മളുടെ ഉള്ളിയില്ലേ, അത് ഇതുപോലെ ഒന്ന് നമ്മളിത് കൈകൊണ്ട് ഇതാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചതഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ഉള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇത് വറുത്തെടുക്കുമ്പോൾ ഈ മല്ലിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടുന്ന ഒരു പരുവയില്ലേ, ആ ഒരു പരുവം വരെ നമ്മൾ നല്ലതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഈ ഉള്ളിയിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊപ്പം ഇട്ട് വറുത്ത് എടുക്കുമ്പോൾ നമുക്ക് അത് സാധിക്കും. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഡ്രൈ ആയിട്ട് നമുക്ക് ഉള്ളി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് പുതിനയാണ് കേട്ടോ. പുതിന ഒരു പിടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം നേരിയ തീയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറ്റുന്നവരെ നല്ലപോലെ ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റ് നൽകുന്ന ഒരു സാധനമാണ് നമ്മളുടെ പുതിന. യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മളുടെ ഏതൊരു ഇൻഫെക്ഷൻ മാറ്റാൻ ഈ ഒരു പുതിനക്ക് കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഇടുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ലൈറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട്, കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് സഹായിക്കും. അടുത്തതായിട്ട് കറിവേപ്പില ഒരു പിടി ഇതുപോലെ തന്നെ കഴുകി തണ്ടൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിന ആ ഒരു പച്ച കളറൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ കറിയിലേക്ക് അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കളയും. പക്ഷേ ഇതുപോലെ പൊടിച്ച് ചേർത്താൽ അത് നമ്മളുടെ വയറ്റിൽ ചെല്ലാൻ സഹായിക്കും. അതുപോലെ വളരെ ടേസ്റ്റും നൽകും കറിക്കൊക്കെ. അടുത്തായിട്ട് കുരുമുളക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കഴുകിയൊക്കെ എടുത്ത് വെച്ചതാണ്. അതും ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 3 കൂടി നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്ത് 3ഉം ഒരുപോലെ ഇടരുത്. ആദ്യം പുതിന ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, എന്നിട്ട് നമ്മളുടെ കുരുമുളക് ഇടുക. കുരുമുളക് നല്ല രീതിയിൽ തന്നെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം.
അതിനുശേഷം നമുക്ക് ഇത് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടലയാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരരിയും, ഞാൻ ഇപ്പോൾ ഇവിടെ ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്, ചെറിയ അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾ പുഴുക്കലരിയോ ഏതരിയാണെങ്കിലും കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കൂട്ടാനും സഹായിക്കും. അപ്പോൾ ഈ പൊട്ടുകടലയും നമ്മളുടെ അരിയും വറുത്തത് വേറൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കൂട്ടിൽ മല്ലി, പുതിന, നമ്മളുടെ കുരുമുളക്, ഈ ഒരു മിശ്രിതം നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. വളരെ ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി, ഫൈൻ പൗഡർ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ മിക്സി എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല പോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പൊടിക്കാവുള്ളൂ. എന്നാലേ കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു പൊടി, നമ്മളുടെ പൊട്ടുകടലയും അരിയും ചേർക്കാത്ത ഈ ഒരു മിശ്രിതം ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാമെന്ന് ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൊടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ബാക്കി ഈ ഒരു മല്ലിയിലേക്ക് നമ്മളുടെ അരിയും പൊട്ടുകടലിൻ്റെയും മിശ്രിതം കൂടി ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള മല്ലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിപ്പൊടി നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പൊടിച്ചു നോക്കണം കേട്ടോ. കറികളിലിടുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ആ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയല്ല, മറ്റേ നമ്മൾ മല്ലിയും ഇതൊക്കെ കൂടി പൊടിച്ചു വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മളൊരു നുള്ള് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാപ്പിയാണോ ഇഷ്ടം അല്ലെങ്കിൽ ചായ ആണോ ഇഷ്ടം, അതൊരു നുള്ള ഏതെങ്കിലും ഒരു പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചക്കരയോ തേനോ ചേർത്ത് നിങ്ങൾക്ക് ഇത് കുടിക്കാവുന്നതാണ്. വിട്ടുമാറാത്ത ജലദോഷം, തൊണ്ടവേദന, തുമ്മൽ, എന്താണ് അലർജി പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം എന്താണ് പറയുക, നമുക്ക് നേരിയൊരു പനി അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ, അലർജി ആയിട്ടുള്ളൊരു പനി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ചായ അല്ലെങ്കിൽ ഈ ഒരു പൊടിയിട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിലും നിങ്ങൾ കുടിച്ചാൽ മതി. വളരെ നല്ലതാണ്. ഗ്യാസ് പ്രോബ്ലം, അതുപോലെ തന്നെ നെഞ്ചെരിച്ചിൽ, പുളിച്ച് കെട്ടൽ, ഇതൊക്കെ മാറാനായിട്ട് ഈ ഒരു ചായ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മല്ലിപ്പൊടി കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. ഏതൊരു ബിരിയാണിയിൽ ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുപോലെ ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴും ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റിയാണ്, നല്ല കൊഴുപ്പോട് കൂടി കിട്ടും. നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ കുറച്ച് കശുവണ്ടിയൊക്കെ അരച്ച് ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, ആ ഒരു ടേസ്റ്റ് പോലെ തന്നെ നമുക്ക് ഈ ഒരു പൊടി ചേർക്കുമ്പോൾ കിട്ടും കേട്ടോ. അതുപോലെ നമ്മളുടെ ഗ്രീൻ പീസ് കറി ആകട്ടെ, കടലക്കറി ആകട്ടെ, ഏതൊരു കറീൻ്റെ ഒപ്പവും നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ ഉള്ളി ചതച്ച് ചേർത്തേക്കുന്നത് ഒരു പ്രത്യേക ഫ്ലേവർ ആ ഒരു കറിക്ക് കൊടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം ഇതുപോലെ. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ പീസ് കറിയാണ് കാണിച്ചു തരുന്നത്. നമ്മളുടെ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് വഴന്ന് വന്നാൽ മതി, വളരെയധികം ഒന്നും വരണ്ട. എന്നിട്ട് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മളുടെ മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും വഴറ്റി ഒരു കഷ്ണം തക്കാളി ഇട്ട് അത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതേതൊരു കറിയിലും നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമ്മൾ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളിയുടെ അംശം കൂടെ ചേർന്നേക്കുന്നത് കൊണ്ട് തന്നെ കഫക്കെട്ട് മാറാനൊക്കെ വളരെ നല്ലതാണ്. കുത്തിയുള്ള ചുമയൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങളിത് ചെയ്തു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി പറയണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് മല്ലി ചെയ്തു നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള 2 പൊടികളാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും നല്ല രീതിയിൽ സപ്പോർട്ട് നൽകുക. നല്ല വീഡിയോയുമായി നെക്സ്റ്റ് ടൈം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.